ഹായ് ഡിയേഴ്സ്, NIOSലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ എത്തി? ഇനി നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് 2025 ഏപ്രിൽ ബാച്ചിലാണ് അല്ലേ? അപ്പം ഏപ്രിൽ ബാച്ചുകാർക്ക് ഇനി ഈ ഒരു ഡിസംബർ മാസം കഴിഞ്ഞാൽ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പൊ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ ഇതുവരെ തുടങ്ങാത്തവരും ഇനി തുടങ്ങി കഴിഞ്ഞവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള പഠനം അല്ലെ. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ NIO സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. കാരണം എന്താ, 2024 2 ബാച്ചുകളിലും എക്സാം നടന്നിട്ടുള്ളത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരമാണ് അല്ലേ. അപ്പൊ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അതിൽ ഓൾറെഡി സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഏതാണ് എന്ന് തിരിച്ചറിയുകയും വേണം. അതോടൊപ്പം തന്നെ ഈ പുതിയ പാറ്റേണിൽ വന്നിട്ടുള്ള 2 ബാച്ചിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് സോൾവ് ചെയ്ത് പഠിക്കുകയും വേണം. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളിപ്പോ ചാപ്റ്റർ വൈസ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഇപ്പൊ സയൻസ് ബാച്ചുകാരാണ് നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് 2 മാർക്കിനാണ് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് പുതിയ പാറ്റേൺ പ്രകാരം. അപ്പം ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതായിട്ടുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ടെർമിനൽ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ നമ്മൾ ഗൈഡ് ബുക്കിലാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് വൈസ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് എക്സാം ഹാളിൽ എത്തുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും മാർക്കിംഗ് സ്കീമും ഒക്കെ അറിഞ്ഞിട്ടില്ലെങ്കിലോ നമ്മൾ ഒന്ന് ഫോക്കസ് ആവാതെ ഒരു ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ പഠിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സോൾവ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതല്ലെ പ്രീവിയസ് ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പൊ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് പല സ്റ്റുഡൻസ് നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ തന്നെ മിസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഇപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ തന്നെയുള്ള ചോദ്യ പേപ്പർ സോൾവ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ആ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സോൾവ് ചെയ്ത ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് എന്താണ് ഈ സോൾവ്ഡ് ആയിട്ടുള്ള ഏപ്രിൽ ബാച്ചിന്റെയും ഒക്ടോബർ ബാച്ചിന്റെയും ഈ 2024 ചോദ്യ പേപ്പറുകളൊക്കെ സോൾവ് നിങ്ങൾക്ക് അതിലൂടെ ബൈ ചെയ്തെടുക്കാവുന്നതാണ്. ബൈ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ PDF ആയിട്ട് ഒരു വെർച്വൽ കോപ്പിയാണ്, സോഫ്റ്റ് കോപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് ഏത് സമയം വേണമെങ്കിലും സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ PDF ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിൽ ഇതുവരെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇനി നിങ്ങൾക്ക് മുമ്പിൽ വെറും 3 മാസം മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ടീം ഫുള്ളായിട്ട് നിങ്ങളൊപ്പം തന്നെ ഉണ്ട്. NIOSലെ സ്റ്റുഡൻസിന് എക്സാമിന് എന്തൊക്കെ തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം നമ്മളെ ഭാഗത്ത് നിന്ന് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. മുമ്പത്തെ ബാച്ചുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ ഒരുപാട് മാരത്തോൺ ലൈവ് റിവിഷൻ ക്ലാസ്സുകളും സബ്ജക്ട് വൈസ് കണ്ടക്ട് ചെയ്ത് തന്നിട്ടുണ്ടല്ലേ. അതും 2 ടൈപ്പായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. ഒന്ന് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളതും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ളതും നമ്മൾ തരാറുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിനും അതുപോലെയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇനിയും വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടണ്ടേ, അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ലേൺ സ്റ്റോറിന്റെ വെബിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണ്ടേ, അത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എങ്ങനെയാ വെബിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ബൈ ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിലോ അതിന് മുമ്പേ മിസ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ബൈ ചെയ്യണമെന്നുള്ള. ആ വീഡിയോന്റെ ലിങ്ക് കൂടെ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് സിംപ്ലി എങ്ങനെ എടുക്കണമെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന
വന്ന ഒരു വലിയ ആങ്സൈറ്റി ആണ്, എന്ത് ചോദ്യം, എന്ത് തരത്തിലുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ബാക്കി എക്സാമിന്റെ ഓരോ സബ്ജക്റ്റുകളായിട്ട് വരുന്ന കണ്ടന്റും ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്